അക്ഷരം സംസാരിക്കണ്ട. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് അനുവിനെ കിട്ടില്ല. എന്റെ കാര്യം പോട്ടെ, നിറപറയും നിലവിളക്കും സാക്ഷിയാക്കി താലി കെട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ? സ്വന്തം രക്തത്തിൽ പറന്ന് കുഞ്ഞിനെ പറ്റി ചിന്തിച്ചോ? യു ആർ എ ഡെവിൾ, ഡെവിൾ വിത്ത് ആൻ ഏഞ്ചൽസ് ഫേസ്. മാലാഖയുടെ മുഖമുള്ള ചെകുത്താനാണ് നിങ്ങൾ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഓവർ സ്മാർട്ട് ആകണ്ട. ഈ നിമിഷം വരെ നിന്നെ പ്രേമിക്കുന്നോ കെട്ടി കൂടെ പൊറപ്പിക്കാമെന്നോ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ? ഏതോ ഒരു നിമിഷത്തിൽ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. നിനക്കറിയോ, ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. താലിയും മാലയും ചാർത്തിക്കൊണ്ടുപോയി അകത്തമ്മയാക്കുമെന്ന് നീ മോഹിച്ചു. രാജു, രാജു വാ, കാരിക്കര്. പെർമനന്റ് സെറ്റപ്പിനല്ല, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അട്ടിച്ച് പള്ളിയാൻ തെറിപ്പിക്കും. വാസുദേവൻ വൈകിപ്പോയി മോളെ, ഒത്തിരി വൈകിപ്പോയി. താനെന്തെങ്കിലും കഴിച്ചോ? വരാതെ ഇപ്പൊ ഒന്നും കഴിക്കില്ലെന്ന് അറിയില്ലേ? മുത്തച്ഛനോട് കഴിക്കുമെന്ന് നുണ പറയായിരുന്നു. ഇക്കൊന്നും മറന്നുള്ളേ. അനു ആരാന്ന് അവൻ കരുതിയത്? അവന്റെ മയക്കുന്ന ചിരിയും പണവും പത്രാസും ഒക്കെ കണ്ട് മയങ്ങി പോയെന്നായിരിക്കും വിചാരം. സ്നേഹിക്കാൻ ഒരു മനസ്സ്, അത് മാത്രമേ ഞാൻ കൊതിച്ചുള്ളൂ. പക്ഷെ അവൻ എന്താ എന്താ ഉണ്ടായേ? ആരോടും ഒരു തെറ്റും ചെയ്യാത്ത എന്നോട് എന്തിനെങ്ങനെ? മാഡം പ്ലീസ്. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണോ വാസുദേവ? എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണോ മാഡം? അറിയില്ല. ഉള്ളു നോവുമ്പോ കരയാത്തവരില്ലല്ലോ. എന്തിനാ കരഞ്ഞത്? കരഞ്ഞതല്ല, കരയിപ്പിച്ചതാ. ആ രാജു, അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്. He has got a wife and kid. അതിനെന്താ, ഇവിടെ ഉണ്ടല്ലോ ഒരു മോള്. അതെ ഉണ്ട്. ഞാൻ പ്രസവിക്കാത്ത എന്റെ പൊന്നുമോൾ ചിക്കു. വാസുദേവൻ അറിയോ? ആംസ്റ്റർഡാം, ബ്രസൽസ്, നോർത്ത് കരോലിന, ഏതൻസ്. അതായിരുന്നു മീനു പിള്ളയുടെ, എന്റെ ചേച്ചിയുടെ മനസ്സ്. ആശിച്ചിടത്തേക്ക് സ്കോളർഷിപ്പോട് പഠിക്കാൻ പോയി. ആരും എതിര് നിന്നില്ല. തിരികെ ഫ്ലൈറ്റിൽ മൃതദേഹം എത്തിയപ്പോൾ കൂടെ ഇവളും ഉണ്ടായിരുന്നു. മാസം പ്രായമുള്ള കൈക്കുഞ്ഞ്, എന്റെ ചിക്കു. അച്ഛൻ ഒരു മറുനാടൻ മലയാളി, ക്യാമ്പസ് ബന്ധത്തിലെ ജന്മസൗഹൃദം എന്ന് മാത്രമേ ഡയറിയിൽ എഴുതിയിരുന്നുള്ളൂ. എന്താ കുട്ടി, ഈ ചെറിയ കാര്യത്തിനാണ് ഇത്രയും ബന്ധപ്പാട്? ഇതൊക്കെ താരിനി എന്നാ പഠിക്കുക? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞ ഇരട്ടി പണിയാവില്ലോടോ എനിക്ക്. ചായ. എന്താ ഒരു വല്ലായ്മ? കുവൈറ്റിലൊരു ഹോട്ടൽ പ്രോജക്റ്റാ. എത്ര നോക്കിയിട്ടും ഒരു പോർഷൻ ശരിയാവുന്നില്ല. 130 മുറികളുള്ള ഹോട്ടലാ.
50 കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും കിട്ടുന്നില്ല. ഇതൊന്നും പറഞ്ഞ വാസുദേവന് മനസ്സിലാവും. ഈ ഫൗണ്ടൻ ഇവിടെ നിന്ന് മാറ്റി പ്ലാൻ ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? ആവശ്യത്തിനുള്ള സ്പേസും കിട്ടും. അല്ലെങ്കിൽ തന്നെ അത് ഇവിടെ ആവശ്യമില്ലല്ലോ. പുറത്തു നിന്നുള്ള ശക്തിയായിട്ടുള്ള കാറ്റ് വീശുമ്പോ ഫൗണ്ടനിലെ വെള്ളം ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂംസിലേക്കായിരിക്കും വീഴുക. ഇതൊക്കെ എങ്ങനെ വാസുദേവൻ അറിയാം? അത് മറ്റൊരു കഥ. പൂഴിമണ്ണിൽ കളിവീട് കെട്ടി കളിച്ചിരുന്ന കാലം തൊട്ടേ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു. മാനം മുട്ട വലിപ്പമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയപ്പോ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കിയായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു അച്ഛന്റെ മരണം. പഠിപ്പ് മുടങ്ങി. കെട്ടിടങ്ങളും പ്ലാനുമെല്ലാം വെറുതെ മനസ്സിലിട്ട് താലോലിച്ചു. ആകാശ കൊട്ടാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. വാസുദേവൻ എന്തൊരു ടാലന്റാ. റാങ്ക് ഹോൾഡറായ ഞാൻ പോലും കാണാത്ത ഡിഫക്റ്റാ വാസുദേവൻ കണ്ടുപിടിച്ചത്. ഈ സ്കെച്ച് കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ ഐഡിയാസ് തോന്നുന്നു. ചിലപ്പോ അബദ്ധമാവാം. ഏയ് വാസുദേവൻ പറഞ്ഞോളൂ. ആ,